അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ വെട്ടയുടെ പള്ളിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നെയ്ബേഴ്സുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വെട്ടയുടെ പള്ളിയിൽ പോയിട്ട് അവിടത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ റിവീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അടിച്ച് പൊളിക്കാനാണ് പോകുന്നത്. കുറേ നാളായി അവിടെ പോകണമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് അവിടെ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോയിൽ വെട്ടേട് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ എൻ്റെ നെയ്ബേഴ്സും ഉണ്ടായിരുന്നു, ബിറ്റീഷും ബീജയൊക്കെ. ഞങ്ങൾ പിന്നെ നേരെ ശംഖുമുഖം വഴിയാണ് നമ്മുടെ വെട്ടേട് പള്ളിയിലേക്ക് പോകുന്നത്. വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ശംഖുമുഖത്ത് പുതിയ ബീച്ച് പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കഫേസും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വെട്ടുകടയ്ക്ക് എത്തി. എത്ര നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണെന്നറിയാമോ ക്രിസ്തുരാജനെ വീണ്ടും കാണാനായിട്ട് പറ്റിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു പോസിറ്റിവിറ്റിയാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷമായി ക്രിസ്തുരാജനെ കണ്ട് പ്രാർത്ഥിച്ചത്. മക്കളെയൊക്കെ കാണിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷമായി. പിന്നെ ഗായ്സ്, ഇതാണ് വെട്ടുകാട് പള്ളിയിലെ പുതിയൊരു മ്യൂസിയം. ഇവിടെ തിരുവസ്ത്രങ്ങളും തിരുകുർബാനയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യുവുമാണ്. പിന്നെ അവിടെ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് ഈ കാണുന്നവയൊക്കെ. ഇവയൊക്കെ ജീസസ് ക്രൈസ്റ്റിനെ അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറും അന്ന് ഉപയോഗിച്ചിരുന്ന ചുറ്റികയും മറ്റുമൊക്കെയാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ജീസസ് ക്രൈസ്റ്റിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ പഴയ വെട്ടുകാട് പള്ളിയുടെ ഒരു രൂപം. ഇത് അവിടുത്തെ പഴയ കുരിശടിയാണ്. ഇങ്ങനെയാണ് ആ കുരിശടി ഇരുന്നത്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതവിടെ ആദ്യം ഉപയോഗിച്ചിരുന്ന ഓൾഡ് ചേർച്ച് ബെല്ലാണ്. ഇനി കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം പോർച്ചുഗീസ് വുഡൻ സ്റ്റാച്യു ആണ്. ഈ വുഡൻ സ്റ്റാച്യു അതിമനോഹരമായിട്ടാണ് അവിടെ വെച്ചിരുന്നത്. കാരണം അതിൻ്റെ ആ ഭംഗി, മുഖത്ത് എന്തുമാത്രം പ്രസന്നതയുണ്ടെന്നറിയാമോ. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ്. അവിടെ ഇവയെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ അലങ്കരിച്ച്, അല്ലെങ്കിൽ അവർ അത് സൂക്ഷിച്ച് നമുക്ക് പുതുതലമുറയ്ക്ക് കാണത്തക്ക രീതിയിൽ അവരവിടെ വെച്ചിട്ടുണ്ട്. ഗായ്സ്, ഇതാണ് വെട്ടുകാട് പള്ളിയിലെ പുതുതായിട്ട് നിർമ്മിച്ച ചാപ്പൽ. ഈ ചാപ്പലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് വുഡൻ ആർക്കിടെക്ചർ ബേസ്ഡായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റിങ്സ് ആയാലും നമുക്ക് അവിടെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റാച്യു എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ആക്ച്വലി എനിക്കറിയില്ല, പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അറിയാമെന്നുള്ളവർ എന്ത് തന്നെയാണ് നമ്മുടെ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റാച്യു എന്ന് പറയുമ്പോഴത്തേക്കും കാനായിലെ കല്യാണത്തിന് യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഒരു സ്റ്റാച്യു ആണ്. ക്രൈസ്തവ വിശ്വാസപ്രകാരം ഇത് വളരെ മഹത്വം നിറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇത് അവിടെ വെച്ചിരുന്ന ഒരു സെയിൻറ്റിൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണിത്. നല്ലൊരു അക്യൂറത്തിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഈ സൈഡിലിങ്ങനെ, ഈ വോളിലിങ്ങനെ ഈ ഫിഷസിൻ്റെയും ഒക്കെ ഇത് വെച്ചിട്ട്, മോഡൽസ് വെച്ചിട്ട് അവർ ചെയ്തത്. ഇത് പിന്നെ ക്രിസ്തുരാജിൻ്റെ സ്റ്റാച്യുവും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്റ്റാച്യുവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസിലാണ് അവരതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കേവൊക്കെ ഒറിജിനാലിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസിലെ ബൈബിൾസ് അവരവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബൈബിൾസ് ആയിരുന്നു അത്. പള്ളിക്കകത്ത് നല്ലൊരു ഇംഗ്ലീഷ് മാസ് നടക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക്
നമുക്ക് ഇംഗ്ലീഷ് മാസാണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നല്ല സമാധാനം കിട്ടുകയും ചെയ്തു. വെട്ടുകാട് പള്ളിയിൽ എടുത്തു പറയാൻ ഒന്ന് ആണ് ഈ ഇവിടുത്തെ ആർക്കിടെക്ചർ വർക്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്സും വളരെ അട്രാക്റ്റീവായിട്ടാണ് അവർ ഈ പെയിൻറ്റിങ്സും ആർക്കിടെക്ചർ വർക്ക്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗായ്സ് പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു ഷോപ്പിലേക്ക് കയറി. അവിടെ ഫുൾ ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് ആയിരുന്നു. നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. ബീച്ചിലോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ ലിച്ചുകുട്ടി അവിടെ ഭയങ്കര മണ്ണിൽ പിന്നെ കളിയൊക്കെ തുടങ്ങി. ആളുടേതായ രീതിയിൽ അടിച്ചു പൊളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ പവിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു, ഒരു ശല്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എക്സ്പ്രഷനൊക്കെ ഇട്ട് കട്ട അലമ്പാക്കിയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വെട്ടുകാടിനോട്ട് നമ്മൾ രാത്രിയായില്ലേ, വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെട്ടുകാട് പോയി. അവിടെ പോയി നല്ല നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി. ഫാദറിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി. പിന്നെ നമ്മൾ അവിടെ ചാപ്പലിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. പുതിയ ചാപ്പലാണ്, ഇപ്പോൾ മ്യൂസിയം പുതിയതായിട്ടൊക്കെ കിട്ടി. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇനിയും ലൈഫിൽ മുന്നേറാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനായാലും ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വ്ളോഗുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.